ഇന്ന് ഞാൻ ഉണ്ടാക്കി കുഞ്ഞു ബോട്ട് കൊടുത്തുകൊണ്ടത് ഈ കാണുന്ന വലിയ കായൽ ക്രോസ് ചെയ്ത് അധികാരം ബോട്ടില്ലാത്തൊരു സ്ഥലത്ത് പോയി ഫുൾ ഡേ ക്യാമ്പ് ചെയ്യാൻ പോയി. അപ്പോൾ രാവിലെ 7 മണിയോടെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഇടവയാണ്. ഇവിടെ നിന്നാണ് നമ്മളെ ഈ കുഞ്ഞു ബോട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം തപ്പി പോകാൻ പോണത്. ആദ്യം നമുക്കുള്ള പണി എന്ന് പറഞ്ഞതാണ്ട് ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് നമ്മളെ ബോട്ടോട്ട് ലോഡ് ചെയ്യണം. ആകെ ഫുള്ള് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. കുത്തി നിറക്കൊണ്ടൊക്കെ വന്ന പാട് നമുക്ക് അറിയാവും. പിന്നെ ഒരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവശ്യമുള്ളതിൽ. പിന്നെ നമ്മളെ റീലും റോഡും എന്തായാലും വേണമല്ലോ. എന്തെങ്കിലുമൊക്കെ മീനൊക്കെ പിടിച്ച് കാണിക്കണമല്ലോ. പിന്നെ നമുക്ക് കഴിക്കാനുള്ള. അപ്പോൾ നമുക്ക് പോവാം. എല്ലാം സെറ്റാണ്. കയറി ഓക്കെ, എല്ലാവരും കയറും. നമ്മൾ 2 പേരുണ്ട്. ഞാനും അനിയനും കൂടിയാണ് പോണത്. അപ്പം രാവിലെ തന്നെ എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരാളൊരു കമൻറ്റ് ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ദാണ്ട ഈ സൈഡിൽ ക്യാമറ ഇങ്ങനെ എടുത്തോ. ദാണ്ട ഇത് കണ്ട, ഇതിൻ്റെ ടിൽറ്റാണ്. സാധാരണ ബോട്ടിലൊക്കെ കാണും ഈ ഒരു എന്തോന്നാണ് പ്രൊപ്പല്ലറിൻ്റെ ആംഗിളിനെയാണ് അത് പറയുന്നത്. നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് തിരിക്കാൻ വേണ്ട ഇങ്ങനെ ഏത് സൈഡിലോട്ട് വേണമെങ്കിലും കറക്കി 360 അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് ക്യാമ്പിങ് മാത്രമല്ല ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ മെയിനാണ് നമുക്കൊന്ന് ചൂണ്ടിടണം. ഒരു പടക്കൊരു റൂൽ നമ്മൾ ഫീലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ലൂറും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ലൂറാണ്. ഇവിടെ ഒന്ന് രാവിലെ ഒന്ന് അടിച്ചു നോക്കാം. വല്ല ചെമ്പല്ലിയ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പം അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത്. കാണിച്ചു തരാം. മെയിനായിട്ട് നമുക്ക് ക്യാമ്പിംഗ് ആണ് നമ്മളെ മെയിൻ. പക്ഷേ നമ്മൾ ഒരുപാട് പേര് കമന്റിൽ ആവശ്യപ്പെട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു മീനെ പിടിച്ച് കാണിക്കണം. ഇത് മാത്രമല്ല, ഒരുപാട് പരിപാടികളുണ്ട്. പോകുന്ന പോക്കിൽ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് ഒരുപാട് മീൻ കിട്ടിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കല്ല, കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ കാസ്റ്റ് നമുക്ക് ഒരു എടുത്ത് നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ലൂറൊന്നും അടിക്കാനൊന്നും കറക്റ്റ് അറിഞ്ഞൂടാ. നമുക്ക് ഈ നാടൻ പരിപാടികളാണ്. കെണി വെപ്പ്, മീനെ കുത്തിപ്പിടിപ്പ്, ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ. ഇപ്പം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫ്രോഗൊക്കെ കൊണ്ടിട്ട് അടിച്ച് 1-2 ബ്രാലിനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. എങ്ങാനും കിട്ടിയാലേ നല്ല എക്സ്പീരിയൻസ് ആയി തോന്നുന്നു. ഭയങ്കര സ്പീഡ്, ബോട്ടിന് ഭയങ്കര സ്പീഡ്. നമ്മൾ പുതിയ സൈറ്റ് പിടിക്കാൻ പോവുകയാണ്. നമ്മൾ പോയിട്ട് വേണം 1-2 നല്ല സ്ഥലം നോക്കിയിട്ട് അവിടേക്കൊന്ന് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. എടാ ഇത് ആടിയാടിയിരിക്കുന്നല്ലേ. ഇതോ അങ്ങോട്ട് പോണേ. ആഹാ ശേ, എൻ്റെയും കൂടി പറ്റിക്കാൻ. കറക്ക്. ഈ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ ഇവിടെ ആരായിരിക്കും കൊണ്ടുവന്ന് വെച്ചത്? അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇപ്പോൾ കായലിൻ്റെ ഏതാണ്ടൊക്കെ ഒത്ത നടുക്കിരിക്കുകയാണ്. ഇവിടെ വന്നിരുന്നൊന്ന് അടിച്ചു പോകാം. നീ കഴിച്ചുകൊണ്ട പരിപാടിയാണ്. നമ്മളെ സാധനങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ കുറച്ച് മീനെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ മറന്നു. നമ്മൾ ഇന്നലെ കുളത്തിൽ നിന്ന് പിടിച്ചു വെച്ച സാധനം, ഇന്നലെ മെനക്കെട്ട് പോയി കിടന്ന് പിടിച്ച സാധനമാണ്. കണ്ടാ കാണാൻ പറ്റുന്നുണ്ടാ. നെവന്മാരെയാണ് നമ്മൾ
കഴിച്ചുകൊണ്ട് ലവന്മാരെയാണ് നമ്മൾ ഇടുന്നത്. ഇപ്പം സമയം ഏകദേശം 8:30 ഇതുവരെ ഒരു മീനും കിട്ടിയിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വെയിൽ വരും. അതിനു മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിന്നാണ്ടേ 2 വഴിയുണ്ട്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. നമ്മൾ ഈ സൈഡ് കയറിയാണ് പോകണം. ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ വർക്കല ശിവരി ടണലിൽ ചെന്ന് കയറാം. പാർവതി പുത്തിനാർ എന്നൊക്കെ പറയുന്ന ഭയങ്കര ഫേമസ് ടണലാണ്. അതുകൊണ്ട് ആ സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ്. നമുക്കൊന്ന് കയറി ഒന്ന് നോക്കാം. ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൊള്ളാമോ? കൊള്ളാം, നല്ല സ്ഥലം. വേണ്ട, അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഇവിടെ. ടെൻ്റ് അടിക്കാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. വേണ്ട, കഴിച്ചുകൊണ്ടിടാൻ മൈദേണ്ട കുഴച്ചുകൊണ്ട് ഒന്നാണ് ഒരു പ്ലാനുണ്ട്. ഈ കുത്തി കീറിയിട്ടേ ഇതിൻ്റെ അകത്ത് മൈദ കുത്തി കയറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇട്ട് നോക്കാം. എല്ലാം നോക്കണമല്ലോ. നീ എന്തിനാണ് നോക്കുന്നത്? കീറാനാണ്? കത്തി കിടപ്പുണ്ടോ ആ വള്ളത്തിൽ? പ്രാചീന കാലത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെ ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പരിപാടികൾ നമ്മൾ ഒപ്പിച്ചു. വിഷയമുള്ള കാര്യമില്ല. കുറച്ച് വെള്ളം എടുക്കണം. ഇതൊക്കെ ഇവിടെ കിടന്ന മൈദയാണ് കേട്ടാ. ആരാ കൊണ്ടുവന്ന് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് പോയാണ്. കിട്ടുമോ അങ്ങനെ കലക്കിരുന്നത് മതിയാടാ. വീഡിയോയിൽ കണ്ടാണ്. അമ്മമാർക്ക് ശരിയായി. ചിലപ്പം ശരിയാവണമെന്നില്ല. എന്തായാലും ഇവിടെ ഇട്ട് നോക്കാം. അങ്ങനെ അറിഞ്ഞാൽ മൊത്തം പോകൂലേടാ. അല്ല കേട്ടാ, കറക്റ്റാണ്. പുതിയ കിടന്നേ ശരിയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പെട്രോൾ കുറവാണ്. ഫുള്ള് താരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എൻജിൻ ഓഫായി, സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി പെട്രോൾ ഫില്ല് ചെയ്യണം. ഇതിൽ ഫില്ല് ചെയ്യാനും എളുപ്പമാണ്. ഇങ്ങനെ വെച്ചങ്ങ് ഒഴിച്ചാൽ മതി. ഇനി നമ്മളെ പരിപാടി എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു കെണി ഉണ്ടാക്കണം. അതിന് കുറച്ച് കമ്പൊക്കെ വെട്ടണം. കറക്റ്റ് നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നേരത്തെ കാണിച്ചു തരാം. നമ്മളെ പ്ലാൻ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് കൊതുക് വലയാണ്. കൊതുക് വലയല്ല, കെട്ടിയിടുന്ന വല. ഈ വല വെച്ചൊരു ചെറിയൊരു കെണി ഉണ്ടാക്കണം. അതിന് ഇവിടെ നിന്ന് കുറച്ച് നീളമുള്ള കമ്പൊക്കെ പിടിച്ച് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാൻ ഇഷ്ടം. നീളമുള്ള കുറച്ച് കമ്പോള് വേണം. അടി വെച്ചങ്ങ് കയറ്റി കട്ടി അടിയിലൊട്ടിച്ച് പണമുണ്ട് കേട്ടോ. അപ്പം നൂന്ന് നിൽക്കുന്ന അവിടെ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ അവിടെ വെച്ച് വെട്ടണം. മൂന്നെണ്ണം. അവിടെ നീളത്തിന് കട്ടി. നമുക്ക് ആദ്യം ഈ വള്ളി കണക്കിരിക്കുന്ന കമ്പ് അതൊന്ന് നൈസായിട്ടൊന്ന് റൗണ്ടിന് വളച്ചെടുക്കണം. ഇവിടെ കൂട്ടി കെട്ടാനാണ്. ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മളാണിത് ഫുള്ള് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മണ്ടയിൽ മൊത്തം വല വെച്ച് ചുറ്റി ഇവിടെ ഒരു ഓപ്പണിങ് ഈ ബാക്ക് അറ്റ അടച്ചു വങ്ങിടണം. ഇത്രയേ ഉള്ളൂ പണി.
വെറൈറ്റി കെട്ടാണ്. വെറൈറ്റി കെട്ടാണ് എന്താ കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടി കെട്ടി പോവാം. വല ഫുള്ള് നമ്മളാണ്ടെ കെട്ടി കെണിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ട ഈ വല തന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീറ്റ വെച്ചിട്ട് കിഴി കെട്ടി കുറച്ച് അവിടേക്ക് ഇട്ട് വെള്ളത്തിൻ്റെ ഇടയിൽ കൊണ്ട് മുക്കിയിടണം. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ്. ഇതിലെ മീൻ വന്ന് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതിന് തിരിച്ചിറങ്ങാൻ പറ്റാതെ ഇതിൻ്റെ അകത്ത് ട്രാപ്പായി പോകും. അതാണ് നമ്മളെ പ്ലാൻ. നടക്കൂല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പം തന്നെ സമയം ഏകദേശം 1:30 ഇനി നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് മൊത്തം വവ്വാലിൻ്റെ ശല്യം. ആൾ താമസമൊന്നും ഇല്ലാതെ കാട് കയറി കിടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം വവ്വാൽ കയറി ക്യാമ്പ് അടിച്ച് കിടക്കുക. എൻ്റെ അമ്മ അതിൻ്റെ ബഹളം നോക്കിയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഫുള്ള് ബഹളം തന്നെ ഇവിടെ. നമ്മൾ ഈ എൻജിൻ അടിച്ച് വന്നതിൻ്റെ സൗണ്ട് ഇട്ടാണെന്ന് തോന്നുന്നു. എല്ലാണ്ട് ഇവിടെ കാണുന്ന മരങ്ങളിൽ മൊത്തം വവ്വാലാണ്. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് രണ്ടടിക്കാനുള്ള വകുപ്പില്ല. നമുക്ക് വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കാലോ കുടിക്കാലോ വെള്ളം കുടിക്കാലോ. വേണ്ട, അവിടെ തെങ്ങിയിട്ട് വെള്ളം നിൽക്കുന്നു. ഇതിനകത്ത് ആ സൈഡിൽ ഇരിക്കുന്ന കരിക്കാണെന്ന് തോന്നുന്നു. അത് കരിക്കാണ്ട. എടാ ആ നേരെ കാണുന്ന അത് കരിക്കാണ്. എവിടെ പോയാലും ജീവിക്കും. പൊട്ട് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരുപാട് സാധനങ്ങളായി. നിറച്ച് സാധനങ്ങളാണ്. എല്ലാം നമുക്ക് കൊണ്ട് ഇറക്കി വയ്ക്കണം. അയ്യവാ, അത് നോക്കിയാണ്ടാ സെറ്റൊരു സ്ഥലം. നല്ല ഏരിയ ഉണ്ടല്ലേ. അതുകൊണ്ട് അവിടെ കുറേ പോച്ചയൊക്കെ കാണുന്നുണ്ട്. അങ്ങ് അയ്യവാ കണ്ട ഒരു ഭീകരതയെ കൊണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങാട്ടൊന്ന് അടുപ്പിച്ച് നോക്കാം. അതുകൊണ്ട് ആ പോച്ചയ്ക്കുന്ന അവിടെ നിന്ന് അടുപ്പിക്കാം. ആ സൈറ്റുള്ള അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുറേയൊക്കെ മൊത്തം പോച്ച വീണിങ്ങനെ താന്ന് കിടക്കണേ കേട്ടോ. ഒരു കമ്പൊന്നും അടിക്കാണ്ടാ കുത്താൻ. വല്ല പാമ്പെല്ലാം കയറി കിടന്നാൽ അറിയൂല. വാ നെട്ടാണ് കിടക്കുന്നത്. മുഴുവൻ ഒട്ടും താരും ഇറന്തിയല്ലേ എന്തിനാണോ ചോദിച്ചു. ആരും അമ്മ കൊണ്ട് സെറ്റ് ചെയ്തിട്ടാണോ കൊണ്ട് മരം മുറിച്ചിട്ട് ഒത്തിരിക്കുകയാണ് കേട്ടോ. മൊത്തം ധാരടങ്ങിയിരിക്കുകയാണ്. കൊള്ളാം ഇവിടെ. ഒരു ചെറിയൊരു കരയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ചൂണ്ടയിടാനൊന്നും പറ്റത്തൊന്നുമില്ല. ചൂണ്ടയിടണമെങ്കിൽ ആണ്ട് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങനത്തെ പരിപാടി നടക്കില്ല. എൻ്റെ അടിക്കാൻ ഇവിടെ 2 അടിക്കാൻ ഓക്കെ ആണല്ലോടാ. നമ്മളെ കട്ടറിരിപ്പുണ്ടല്ലേ, അങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ഈ ഷാഫ്റ്റ് വരുന്ന സെറ്റപ്പുകളൊക്കെ മാറ്റിയിട്ട് നമുക്കിതിൽ ബ്ലേഡ് എടുത്തിടണം. കുറച്ച് മരമൊക്കെ കട്ട് ചെയ്യാണ്ട്. ഇതിലെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് അത്യാവശ്യം നല്ല റഫായിട്ടാണ് ഉപയോഗിച്ചത്. ഒരുപാട് ദൂരം നമ്മളിത് ഓടിക്കുകയും ചെയ്ത്. എന്നിട്ട് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുകൂടി കിടക്കുന്ന ഷാഫ്റ്റും ഇതിൻ്റെ അകത്തൊരു യൂണിവേഴ്സൽ ഡബിൾ ജോയിൻറ്റും വരുന്നുണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ സ്വന്തം സ്പോൺസറായ JLCMC എന്നാണ്. എന്നെപ്പോലെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സൈറ്റ്. പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്തോ സെലക്ട് ചെയ്തോ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഞാൻ കപ്ലിങ്സ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ടൈപ്പ് വന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ള മോഡൽ സെലക്ട് ചെയ്യാം. ഇനി ബോഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ട് ചെയ്യാം. സെഗ്മെൻറ്റ് ഡബിൾ സെക്ഷൻ കൊടുത്തു. മൗണ്ടിങ് ഹോൾ ടൈപ്പ് റൗണ്ട് ഹോൾ, അതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും. ഇന്നർ ഡയമീറ്റർ 10 mm കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനി നേരെ കാർട്ടിൽ ആഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. വേൾഡ് വൈഡ് ഷിപ്പിങ്ങും ഉണ്ട്. റിയൽ ടൈമിൽ പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാനും പറ്റും.
അങ്ങനെ നമ്മളെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്താണ് അയച്ചേക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ സാധനം കയ്യിൽ കിട്ടി. ഫാസ്റ്റ് ഡെലിവറിയും നല്ല കസ്റ്റമർ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ഒന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും വേണ്ട. ഹൈ ക്വാളിറ്റി ഇൻഡസ്ട്രിയൽ ലെവൽ പ്രോഡക്റ്റ് നല്ല വിലക്കുറവിൽ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതും കസ്റ്റമൈസ് ചെയ്ത്. സമയം കളയാതെ നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ $70 കൂപ്പൺ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ആ ഒരു ഷാഫ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കായലിലൊക്കെ ഉപ്പുവെള്ളത്തിലാണ് ഇട്ട് ഓടിക്കുന്നത്. അപ്പോൾ അത് തുരുമ്പെടുക്കാത്ത മെറ്റീരിയലാണ് നമ്മളത് സെലക്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ കറക്കി കഴിഞ്ഞാൽ കറങ്ങും. ഒരു ടൈറ്റ് അങ്ങനെ ഒരു വിഷയമില്ല. ഷാഫ്റ്റൊക്കെ നല്ല പക്കായിട്ട് തന്നെ ഇപ്പോഴും വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലേഡ് എടുത്തിട്ട് കുറച്ച് മരമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. വലിയ പണിയൊന്നും ഇല്ലാണ്ട് ഈ ഒരു സാധനം മാത്രം മതി. നമുക്കാണ്ട് ഈ രണ്ട് നെട്ടങ്ങ് കഴിക്കണം. നെയ്യുണ്ട് ടൈറ്റാക്കി ചേടാ. നല്ല ടൈറ്റ് വെച്ചേക്കുന്നു. ഊരി മാറ്റി കഴിഞ്ഞാൽ ഈ ചെയിൻ വേണ്ട നമുക്കിങ്ങനെ ആക്കി ഇളക്കിയെടുക്കാം. വേണ്ട ഇത് വേറെ പാർട്ടായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് ഇനി നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പോകാൻ നേരത്ത് മാത്രം മതി. ഇത് നമുക്ക് ഈ ബ്ലേഡ് എടുത്ത് വെച്ച് ഈ ചെയിൻ കൂടി പിടിച്ചിട്ടാൽ മാത്രം മതി. നമുക്ക് ഈ നെട്ട് ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ശരിക്കും ഇവിടെ ഒരു സൈഡ് ബോഡി വരുന്നതാണ്. അത് നമ്മളിന്ന് ക്യാമ്പിങ്ങിന് വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയി. ഇല്ലായിരുന്നെങ്കിൽ അത് കറക്റ്റ് ഇവിടെ കവറായി നിന്നാണ്. ഇതിങ്ങനെ ആയാലും ടൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന ക്ലച്ചിൻ്റെ അകത്ത് നമ്മൾ വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ ഈ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല നല്ല നീളമുള്ള കമ്പ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുത്താനൊക്കെ ഉണ്ടാക്കാൻ എടുക്കാം. ഇതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. എല്ലാം ഒടിഞ്ഞ് വെട്ടിയിട്ടേക്കണം. ഇപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം നല്ല സ്ഥലമായി. ഇവിടെ നമുക്ക് നമ്മളെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. നമ്മൾ കുറച്ച് ഡീസൽ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. പഴയത് മേടിച്ച് വീട്ടിൽ വെച്ചിരുന്നതാണ്. ഇവിടെയൊക്കെ പാമ്പൊക്കെ കയറി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളിവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ടെൻ്റ് അടിക്കാം. നമ്മൾ കുറച്ച് പച്ച ഇല എല്ലാം കൂടി ഇവിടെ വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ മണ്ടയിലാണ് നമ്മളിനി ടെൻറ്റ് അടിക്കാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മളെ ടെൻറ്റ്. നമുക്കിനി നേരെ പണി തുടങ്ങാം. അതുകൊണ്ട് അതിൻ്റെ കൂടെ വന്നതാണ്. അടിച്ച് താത്തങ്ങ് വെച്ചാൽ മതി. നമ്മളെ ടെൻറ്റ് ഫുള്ള് നമ്മൾ അടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തുറന്ന് കയറിയൊക്കെ നോക്കട്ടെ. അകത്തൊക്കെ വല്ല കിട്ടിയാലും എന്തൊരു രസം. ലക്ഷറി കണക്കിരിക്കുന്നത്. ഇത്രയും വലിയ കാട്ടിൻ്റെ അകത്തൊക്കെ ഇതേണൊക്കെ ഒരു സൗകര്യം. ഇത് മെത്ത എന്നടാ ഇത്. അതാ പുല്ല് വെട്ടിയിട്ടോണ്ടേ ഫുള്ള് ഒരു മെത്ത പോലെ കിടക്കി. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാറുണ്ടേ. ഇല്ലേ 3 പേർക്ക് കിടക്കാൻ തോന്നുന്നില്ല. ഒരു കരുക്കങ്ങ് കുടിച്ചളയാ. നല്ല അങ്ങനെയുണ്ട്. പറയാനില്ല. സെറ്റ് വൈബില്ലേ. ഓട്ട് തോ കിടക്കുന്നു. ഇപ്പം തന്നെ സമയം ഏകദേശം 5:30 കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ഇരുട്ടാവും. അതിനു മുന്നേ നമുക്ക് പോയി കുറച്ച് ഉണക്ക വിറവുകളൊക്കെ വെട്ടിക്കൊണ്ട് വരണം. രാത്രി ഏകദേശം 7 മണിയായി. നമുക്കിനി ഇവിടെ ഒന്ന് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് തടിയൊക്കെ പറക്കിയെടുക്കണം. നല്ല ഉണക്ക തടി നോക്കി. ഈ മഴ സമയത്തൊക്കെ തടിയൊക്കെ ഒപ്പിച്ച പാട് നമുക്ക് അറിയാവും. ഓട്ടം കൊണ്ട് കറങ്ങിയൊക്കെയാണ് പോയി ഒപ്പിച്ച്. ഇത് കുറച്ച് ചെറിയ രീതിക്ക് നല്ല ഉണക്ക തടി കേട്ടോ. കുറച്ച് വിറകൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ വാരിയിട്ട് ഒന്ന് കത്തിച്ചെടുക്കണം, എത്തിക്കണം. മഴയൊന്നും പെയ്തില്ലെങ്കിൽ സെറ്റായിരിക്കും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ വൈബ് അത്രേ ഉള്ളൂ. നമ്മളെ പരിപാടി കിടക്കും. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. മഴയാണെങ്കിൽ നമ്മൾ ആ വൈബ് സെറ്റ് ചെയ്യും. പക്ഷേ ഈ വിറവൊക്കെ ചെറിയൊരു നനവുണ്ടല്ലേ, കത്തി വരാൻ കുറച്ച് പാടാണ്. ഇന്നലെ കൂടെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ
കുറച്ച് നനവുണ്ട് വിറവിനൊക്കെ. കത്തി വരാൻ സമയം എടുക്കും. എൻ്റെ അവിടെ ബാക്കിലോട്ടൊക്കെ എന്തൊരു കാട്. നല്ല നമുക്കൊരു പിടിയില്ല കേട്ടോ സ്ഥലവും ശരിക്കും പറഞ്ഞാൽ. ഏതാ കാട് ഏരിയല്ലേ? കാട്. മഴയൊന്നും പെയ്തില്ല, ഇന്ന് സെറ്റാണ് നമുക്ക്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മീനൊന്നും കിട്ടിയില്ല. എന്നാലും നൈറ്റ് കുറച്ച് ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഒന്ന് ഓണാക്കണം. ഇത് വേണ്ട, നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതൊരു കമ്പി കയറ്റി റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ ടോർച്ച് കൊണ്ടുപോയി അടിച്ച് നോക്കാം. നല്ല മീനെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കുത്തിയെടുക്കാനുള്ള പ്ലാനൊക്കെ നോക്കാം. മഴ ഇതുവരെ പെയ്തില്ല, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് പോയാണ്. അപ്പം എന്താണ്ട് നമ്മൾ ഇനിയിപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടി നോക്കാൻ പോവുകയാണ്. കുറച്ച് ഇപ്പി നൂഡിൽസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചപ്പാത്തിയൊക്കെ ഇരിപ്പുണ്ട്. അത് നമുക്ക് രാത്രിയിലത്തേക്ക് സെറ്റ് ചെയ്യാമല്ലേ. പിന്നെ എല്ലാത്തിനോടും ഈ ഗ്യാസ് തികയുണ്ടോ അതിനെപ്പറ്റിയൊന്നൊരു പിടിയില്ല കേട്ടോ. ഓക്കെ, ഒരേ വൈബ്. ഇനിയിപ്പോൾ നമ്മൾ വൈബെന്നൊക്കെ പറഞ്ഞാൽ പിന്നല്ലാതെ ഈ കാട്ടിൻ്റെ അകത്തൊക്കെ വന്നില്ലേ പഠിക്കണം. എവിടെ നമ്മളാ വെള്ളം കേട്ടോ, തീയൊക്കെ കാറ്റടിച്ച് നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യത ഉണ്ട്. നമുക്ക് അതിന് മുമ്പേ സെറ്റ് ചെയ്യാൻ നോക്കാം. തീ നല്ല സെറ്റായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അത് നനങ്ങി അമ്പായിരുന്നു നമ്മൾ കത്തിച്ചെത്തിച്ച് ഈ പരിപാടിയതാണ് കേട്ടോ. കുറച്ച് കമ്പെടുത്ത് അതിൻ്റെ ചുറ്റിനും ഇട്ടേക്കണം. അപ്പോഴും ഇത് കത്തുമ്പോഴ് ആ കമ്പ് ചൂടാവും. ചൂടാകുമ്പോൾ പിന്നെ എളുപ്പമാണ്. വീട്ടിൽ കീറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ ഇത് കത്തിച്ചപ്പോഴേ ഇത് കത്തുന്ന കാണാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ എന്തായാലും ഒന്ന് കത്തിച്ച് നോക്കാം. ഓക്കെയാണ്. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. കുറച്ച് വെള്ളം വയ്ക്കുക. സെയിം പരിപാടി തന്നെ. സെറ്റായിട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. രാവിലെ ഇതൊക്കെ തന്നെയായിരുന്നു. തവളയുടെ ഭയങ്കര ശല്യം. വെള്ളം തവള കാരണം മീനെല്ലാം ഇറങ്ങി വെള്ളത്തിലൊക്കെ കറക്കണം. 2 റൗണ്ട് ഓടിയാ. 2 റൗണ്ട് ഓടിയാൽ പിന്നെ നമ്മളെയൊന്നും പരിചയമുണ്ട്. ഇപ്പം ഏകദേശം ഒരു 8:30 ഇനി ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ടോർച്ചൊക്കെ എടുത്തോണ്ടേ ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ബോട്ട് ഓടിച്ചുകൊണ്ട് ഒന്ന് പോയി നോക്കാം. നമ്മളാ മറ്റേ മുപ്പല്ലി കുത്തുന്ന സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കൊന്ന് നോക്കാം. സൈഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുത്തിയെടുത്തിരിക്കും. എന്തായാലും നമ്മൾ പോയില്ലോ കണ്ടാലേ ചിലപ്പം കിട്ടിയാലേ. നമ്മൾ രണ്ടുപേരുടെ ബോട്ട് എടുത്തോണ്ട് ഇറങ്ങി. ഇനി ഇതിൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ച് ചാലുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മളെ കുന്തത്തിന് ടോർച്ചും കൊണ്ടുപോയി അടിച്ചിട്ട് മീനൊക്കെ പൊങ്ങിപ്പോണ്ടെങ്കിൽ കുത്തിയെടുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ നമ്മളൊരു കെണി ഉണ്ടാക്കി അവിടെ ഒരു സൈഡിൽ കൊണ്ട് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് പൊക്കി നോക്കണം. അപ്പം ഇപ്പം എല്ലാം പോകാനല്ലേ, ഇപ്പോഴേ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായുള്ളൂ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോവാം. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇപ്പം എല്ലാം പാട്ടൊക്കെ കേട്ടതിലും കിടന്നാലേ. എന്താ സുഖം. ചന്ദ്രനും നക്ഷത്രമൊക്കെ കണ്ടിങ്ങനെ കിടക്കാം. എപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരു രസമൊന്നുമില്ല. ഇനിയിപ്പം നമ്മളെ പരിപാടി ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. നമ്മളിപ്പോൾ നമ്മളെ അവിടെ നെറ്റ് പൊക്കിയപ്പോഴും അതിൻ്റെ അകത്ത് 2 കൊഞ്ച് കിടക്കുന്നു. അത്യാവശ്യം വലുത് തന്നെ. പക്ഷേ ഇതിൻ്റെ അകത്തിരുന്ന കോഴിക്കോടലൊക്കെ ആരൊക്കെയൊക്കെ ഒന്ന് പൊക്കിക്കൊണ്ട് പോയി കേട്ടോ. മൊത്തം സാധനം പോയിട്ടുണ്ട്. മൊത്തം പോയി. നമ്മൾക്ക് ലേറ്റായി.
രാത്രിയിലത്തേക്ക് വേറെ ഒന്നുമല്ല, ചപ്പാത്തിയാണ്. നമുക്ക് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ചപ്പാത്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത തവണ ആവട്ടെ, നമ്മൾ എന്തായാലും മീൻ പിടിച്ചിരിക്കും. അടുത്ത തവണ നമ്മൾ പിടിക്കും. അടുത്ത തവണ നമ്മൾ മീനുള്ള സീസൺ നോക്കിയായിരിക്കും ഇറങ്ങുന്നത്. ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തിന്നിട്ട് എൻ്റെ കയറി കിടന്ന് ഉറങ്ങിയാലേ ഏതാണ്ടൊക്കെ ആയി. നല്ല ക്ഷീണോടെ. എന്താടാ ഞെക്കി പിടിക്കുന്നത്? ഉള്ളതല്ലേ. അവ അവിടെ നിന്ന് ചപ്പാത്തി ഇവിടെയാണ്. ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു കറി തട്ടി കൂട്ടാനുള്ള പരിപാടിയൊക്കെ. സവാളയൊക്കെ ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടുണ്ടോ. മൂട്ടില കട്ട് ചെയ്ത് നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയായണ്ടേ, നല്ല കട്ടിങ് മതി. നമുക്ക് കുറച്ച് നമ്മളെ വലിയ പാത്രമൊന്നുമില്ല, ഇതിട്ട് തന്നെ ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചു. വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കറി സെറ്റ് ചെയ്താൽ പോയി. കുറച്ച് ടൊമാറ്റോ സോസ് ഇനി ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി. ചില്ലി, ചിക്കൻ ഇല്ലാത്ത ചില്ലി. ചെറിയ മണമൊക്കെ ഉണ്ടല്ലേ. നമ്മളെ തട്ടിക്കൂട്ട് കറി ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. മതിയല്ലടാ, ഓഫ് ചെയ്യാം. കറിക്ക് പറ്റിയ സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല. മുളക് പൊടി മീനെ പൊരിക്കാനുള്ള സെറ്റപ്പാണ് എടുത്തത്. അപ്പം നമുക്ക് ഇതൊക്കെ കൂട്ടി ചപ്പാത്തിയൊക്കെ നല്ല ചൂടോടാൻ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നേരെ കറിയും കൂട്ടി അറിഞ്ഞു വിടാം. സമയം എത്രയാടാ? സമയം ഇപ്പം 11:53. അയ്യോ, ഈ സമയത്താണ് നമ്മൾ വന്ന ഉടനെ നൂഡിൽസ് ഒക്കെ തിന്നുകൊണ്ട് നമുക്ക് വലിയ വിശപ്പില്ല. എന്നാലും ഇത് കഴിച്ചിട്ട് കിടക്കാം. കൊള്ളാമല്ലയാ? അതൊക്കെ ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കഴിച്ച് വലിയ ഓണമൊന്നും കാണൂല. തട്ടിക്കൂട്ടാണെങ്കിൽ ഒരു രസമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. മകുന് എന്തായാലും സ്വർഗം തന്നെ. പിന്നല്ല, മുളക് പൊടി ഉപ്പും ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. തെറ്റ്. നമ്മൾ കിടക്കുന്നതിന് മുമ്പേ നേരത്തെ കത്തിച്ച തീയൊക്കെ അണച്ചിട്ട് കിടക്കണം. കാരണം ഇവിടെ മൊത്തം വേണ്ട കരിയിലാണ്. അത് മെയിനായിട്ടും നമ്മളൊന്ന് നല്ലോണം കണച്ചേക്കെ. നമ്മളെ ബോട്ടൊക്കെ ഈ സൈഡിൽ തന്നെ കെട്ടിയിട്ടിട്ടാണ് കിടന്നുറങ്ങാൻ പോണത്. രാവിലെ എണീറ്റ് ഇവിടെ നിന്ന് തെറിക്കണം. ശരി, വാ. അപ്പം നേരെ ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറി. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ കൂടാരം. തലയെ കണ്ട തട്ടത്തൊന്നുമില്ല. ഇത്ര ലൈറ്റും തൂക്കിയിട്ടുണ്ടല്ലേ. നമുക്കത് ഇപ്പോൾ ഡോറങ്ങ് അടയ്ക്കാം. പിന്നെ നേരെ രാവിലെ. ഓക്കേ, ഇപ്പോൾ വലിയൊരു പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ കാണാം. നല്ല ഉറക്കം വരുന്നത്. നല്ല ക്ഷീണമുണ്ട് രാവിലെ. നടുവൊക്കെ വെള്ളമായി. നമ്മൾ ഒരേ ഇരിപ്പ് വള്ളത്തിൽ തന്നെ ബോട്ടിൽ ഇരുന്ന്. അതിൻ്റെ അകത്ത് സെറ്റപ്പ് തന്നെ അല്ലേ. മഴയൊന്നും പെയ്താൽ നനയത്തൊന്നുമില്ല. മഴയൊന്നും പെയ്താലും വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സേഫ്റ്റിക്ക് കുറച്ച് ഡീസലൊക്കെ ചുറ്റും ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പേടിക്കാൻ ഒരു ധൈര്യത്തിലാണ് നമ്മളിവിടെ നിന്ന് കിടന്ന് ഉറങ്ങുന്നത്. എന്തായാലും കൊള്ളാം. ഒരു പുതിയൊരു സെറ്റപ്പാണല്ലേ ഇങ്ങനെ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ 5:30 ആയി.
രാവിലെ നമുക്ക് ഓരോ കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലാം ഉഷാറായിട്ട് പോകും. ഇവിടെ ചെറിയ ലെയർ കണക്കുണ്ടായിരുന്നു. ഇതിലേ കൂടി കയറി പോവാം പ്ലാൻ ചെയ്തേക്ക്. ഇനി നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കേണ്ട പണിയും കൂടി ഉണ്ട്. അതുകൂടി ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ. ഞാൻ തീയിലൊക്കെ വെള്ളമൊക്കെ കോരി അണച്ചാണത് ഫുള്ള് നല്ലോണം ഒഴിച്ചേക്കെ. നമ്മൾ ഇവിടെ വാരി വലിച്ചിട്ട പ്ലാസ്റ്റിക്കിൻ്റെ കവറെല്ലാം പറക്കി അങ്ങ് തിരിച്ച് അതേപോലെ നമ്മൾ കൊണ്ടുപോകണം. നമ്മളിവിടെ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ആ സൈഡൊക്കെ നോക്കിയണ്ട ഇതാ കിടക്കുന്നു. ആ ബോട്ടിൻ്റെ സൈഡിൽ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റിയാലേ. ഓക്കെ. പോടേ ഓക്കെ.